സ്വേച്ഛാധിപതി ബിഗ് ബോസ് മാമന്റെ ഈ സീസണിലെ പണി ഇവിടുന്നാണ് തുടങ്ങാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതൊന്നും അല്ല പണികൾ, ഇനിയാണ് പണി. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ സ്വേച്ഛാധിപതി ആരാണ് ബിഗ് ബോസിലെ സ്വേച്ഛാധിപതി ആകുന്നത് എന്നറിയാൻ വേണ്ടി ഒരു ഡിബേറ്റ് സെക്ഷൻ അങ്ങോട്ട് നടത്തി. ഓരോരുത്തർ വന്നിട്ട് അവരെന്തുകൊണ്ട് സ്വേച്ഛാധിപതി ആവണം എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. എല്ലാവരും വന്ന് പറയുന്നുണ്ട്. തുടങ്ങിയത് നമ്മുടെ അനീഷ് തന്നെയാണ്. അനീഷിനെ അതിനൊക്കെ പറ്റത്തുള്ളൂ. എന്തൊരു പരിപാടിയാണെങ്കിലും അനീഷ് തുടക്കം ഇടും, ബാക്കി എല്ലാവരും കൂടെ പിടിക്കുക, അതേ ഉള്ളൂ അവിടെ. അപ്പൊ എന്താണെങ്കിലും പിന്നെ ഈ ആര്യൻ എന്നൊക്കെ പറയുന്നത് വെറുതെ ഷോ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് തലയ്ക്കകത്ത് വലുതായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടതാണ്. ഇപ്പോഴും ഇന്ന് രാവിലെ തൊട്ടും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അനീഷ് സ്വേച്ഛാധിപതി ആവാൻ അവിടെ ആർക്കും താല്പര്യം ഉണ്ടാവത്തില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അനീഷിന് വോട്ട് കുറവാണ് കിട്ടിയത്. പക്ഷേ ഓരോരുത്തർ വന്നിട്ട് അവരെന്തുകൊണ്ടാവണമെന്നുള്ള കഥകൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് ജിസൈലിനെയാണ്. ജിസൈൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഒരു നിയമം ഉണ്ടാക്കും, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊരു സാധനം നമ്മുടെ ജിസൈൽ പറയുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. നമ്മളെല്ലാവരും ജിസൈലിനെ കുറ്റം പറഞ്ഞു അവിടുത്തെ നിയമം ലംഘിക്കുന്നത് കണ്ടപ്പോൾ, അല്ലേ? ജിസൈലിന് മേക്കപ്പ് ഇല്ലാതെ പറ്റുന്നില്ല, സത്യമാണ്, അവർക്ക് പറ്റത്തില്ല. പക്ഷേ അതിനെ അവർ വേറെ രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്ത് വിടുന്നത്. അവരുടെ ആ ഒരു പോരായ്മ അത് അവരുടെ ഒരു ഗെയിമാക്കി അവർ മാറ്റുകയാണിപ്പോൾ. പിടികിട്ടിയോ നിങ്ങൾക്ക്? അവരതിനെ വലിയൊരു സാധനമായിട്ടാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ഞാൻ കൊണ്ടുവരും ഇവിടെ നിയമം, ഞാൻ ഇവിടെ നിയമമാക്കും എന്നുള്ളൊരു വർത്താനം ജിസൈലിന്റെ പറഞ്ഞു. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. അതാണ് വേണ്ടത്, അതാണ് ഗെയിം. അവിടെ പലർക്കും ഇല്ലാത്തൊരു ഗെയിമാണത്. ഈ ആര്യനെ പോലുള്ള മണ്ടന്മാർക്ക് അക്ബർ, അപ്പാനി, എന്തിനോ വേണ്ടി കിടന്ന് തിളയ്ക്കുന്ന സാമ്പാറാണ് ഈ അക്ബറും അപ്പാനിയൊക്കെ, അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അവിടെ ജിസൈൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർക്കറിയാം എങ്ങനെ ഇതിനകത്ത് കളിക്കണമെന്നുള്ളത്. ബാക്കിയെല്ലാം ഈ രണ ഫാത്തിമയെ പോലുള്ളവരൊക്കെ വെറും ഒരു വാലാണ്. പക്ഷെ ആ വാലിന് പോലും ഇന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഈ ഡിബേറ്റ് പരിപാടി കഴിഞ്ഞപ്പോൾ. ഈ ഡിബേറ്റ് പരിപാടി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് നമ്മുടെ അബിക്കാണ്. അബിക്ക് 15 പോയിന്റ് കിട്ടി, ഒനീലിന് 12. അനീഷിന് എനിക്ക് തോന്നുന്നു അനീഷിന് 4 കണ്ടേ കിട്ടിയുള്ളൂ. അനീഷിന് അത് അൺഫെയർ എന്ന് പറഞ്ഞാൽ അനീഷ് തുടങ്ങിയിട്ടുണ്ട് വന്നൊരു വഴക്ക്. പക്ഷെ എന്തായാലും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് അനു, ശൈത്യ, നെവിൻ, അബി, ഒനീൽ, ജിസൈൽ, ഇത്രയും പേർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഈ 6 പേരാണ് സെലക്ട് ആക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ 6 പേർക്കും വേണ്ടി പ്രത്യേകിച്ച് ഒരു ടാസ്ക് നടത്തും. അതിൽ നിന്നായിരിക്കും സ്വേച്ഛാധിപതി ആരാണെന്ന് ബിഗ് ബോസ് മാമൻ കണ്ടെത്തുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും പരിപാടി, ഈ തെരഞ്ഞെടുപ്പൊക്കെ നടന്നതിന് ശേഷം അനീഷ് ഒച്ച ഉണ്ടാക്കും. എന്നെ നിങ്ങൾ ഒതുക്കിയതാണ്, എന്നെ നിങ്ങളെ സൈഡ് ആക്കിയതാണ്, നിങ്ങളുടെ ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഒരു സൈഡിൽ തുടങ്ങി. അപ്പാനിയൊക്കെ ക്യാപ്റ്റനായിട്ട് ഒരു മാറ്റമൊന്നുമില്ല. അപ്പാനി നേരെ അനീഷ് എന്തെങ്കിലും പറയുമ്പോൾ നേരെ ചൊറിയാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒനീൽ വന്ന് പറയുന്നുണ്ട്, നീ ക്യാപ്റ്റൻ അല്ലേ, നീ പോ എന്നൊരു സാധനം ഒനീൽ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിനല്ല നമ്മുടെ അപ്പാനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വീണ്ടും അവന്റെ പുറകെ പോകാണല്ലോ എന്നും പറഞ്ഞ് വിട്ടങ്ങ് പോകുന്ന കണ്ടു. എന്താണെങ്കിലും അനീഷ് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് നൂറ ആദില രണ്ടുപേരും കൂടെ അടുത്തിരിപ്പുണ്ട്. നൂറ കുറെ ക്വസ്റ്റ്യൻസ് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് അല്ല, അനീഷ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ ചേട്ടനൊന്ന് കൂളാവാൻ നൂറ പറയുന്നുണ്ട്. ഉടനെ അനീഷ് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഞാൻ പറയുന്ന കേക്ക്, അപ്പൊ ഞാനങ്ങ് കൂളായിക്കോളാം. ഉടനെ നൂറ ചോദിക്കുന്നുണ്ട്, അതെന്താ ചേട്ടാ, ഒരു 1 മാൻ ഗെയിം, ഒരു 1 മാൻ ഷോ ആണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ചേട്ടന് മാത്രമേ ഇവിടെ എല്ലാം പറ്റത്തുള്ളൂന്നുണ്ടോ? ചേട്ടന് മാത്രമേ ഒച്ച വെക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ലേ? ചേട്ടൻ നിർത്ത്, ചേട്ടൻ കൂളാവ്. ഇല്ലില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ആ ഒരു മൂഡാണ് അനീഷ്. ഏത് മനസ്സിലായോ നിങ്ങൾക്ക്? അനീഷ് ആ ഒരു ഗെയിമാ. ഞാൻ ഭരിക്കും, നീയൊക്കെ എവിടെ ഇരി, നീയൊക്കെ എന്ത് സെലിബ്രിറ്റി ആണെങ്കിലും നീ അവിടെ ഇരിക്കി, ഞാൻ പറയാം. ഏതപ്പാനി ശരത്ത് അവിടെ ഇരിയണാ നീ. ആ ഒരു മൂഡാണ് അനീഷ് ആ ഒരു ഗെയിമാണ് എടുക്കുന്നത്. അതാണ് ബാക്കിയുള്ളവർക്ക് പിടിക്കാത്തത്. കാരണം ബാക്കിയുള്ളവർ കുറച്ച് സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാർ, അപ്പൊ അവർക്ക് ഈ ഒരു സാധനം പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ പകുതിയുള്ള സ്ഥലത്തും ഇവർ ഒതുക്കാൻ നോക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള മണ്ടന്മാർ മറന്നുപോയി അനീഷിനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ തന്നെ കുഴിയിൽ വീഴുമെന്നുള്ളത്. അത് ഇവർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പിടികിട്ടും. കാരണം അനീഷിന് അതുപോലെ സപ്പോർട്ടായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിനകത്ത് ഭൂരിഭാഗം പേരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് വന്നപ്പോൾ അനീഷിന്റെ ചൊറിച്ചിൽ കണ്ടപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. പക്ഷെ അനീഷിന്റെ ഗെയിം അത് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പോഴും നമുക്ക് ഇഷ്ടമാണ്, അല്ലേ? പക്ഷെ ബാക്കിയുള്ളവന്റെ ഈ അപ്പാനിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ എല്ലാവരും കൂടെ ആര്യനൊക്കെ എന്താണ്, എനിക്ക് ആര്യനെയും തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. കാരണം അവന്റെ ഗെയിമൊക്കെ ഓക്കെ, ഗെയിം ആസ് എ ഗെയിമോ നമുക്ക് അവനെ വാല്യൂ ചെയ്യാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരാളുടെ ക്യാരക്ടർ പുറത്തേക്ക് വരാൻ തുടങ്ങും ഇതിനകത്ത് വെച്ച്. അത് ആര്യന്റെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് തന്നെ അവൻ എന്താ, ഇവൻ കുറച്ച് മുന്നേ വന്നിട്ട് എനിക്ക് തോന്നുന്നു
അനീഷ് ഈ ഒരു സംസാരം ഇവിടെ തുടങ്ങി വെച്ചു. അനീഷ് ഒരു ബോംബ് ചെറുതായിട്ട് കത്തിച്ചു കൊടുത്തു. ബാക്കി എല്ലാവരും പുറകെ പിടിക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അക്ബർ ആണെങ്കിലും ശരി, റെനെ ആണെങ്കിലും അവർ പറയുന്നുണ്ട് ഇത് ഫെയർ ആയിട്ടില്ല. പക്ഷെ ചേട്ടാ ഞങ്ങൾ എന്ന് വെച്ചിട്ട് ഒച്ച വെക്കുന്നില്ലല്ലോ, നമ്മൾ ഒച്ച വെക്കണ്ട പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. റെന അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ജിസൈൽ മാത്രമാണ് എപ്പോഴും മുന്നിൽ വരുന്നതെന്നാണ് എല്ലാവർക്കും പരാതി. പക്ഷേ ഈ പരാതി പറഞ്ഞവർ തന്നെയാണ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തത്, വോട്ട് കുത്തിയത് എന്നുള്ളൊരു കാര്യമൊക്കെ റെന പറയുന്നുണ്ട്. അതായത് റെനയ്ക്കൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജിസൈൽ മാമിയുടെ പുറകെ പോയി അവർ മുള്ളി പോകുന്നു, അല്ല മുള്ളി പോകുന്നു, അവർ മേളിലോട്ട് പോകുന്നു. നമ്മുടെ റെന ചേച്ചിയൊക്കെ മുള്ളി താഴെ ഇരിക്കുന്നു. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അൺഫെയർ ആയിരുന്നു ഈ ഒരു സെലക്ഷൻ എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഒനീലൊക്കെ നന്നായിട്ട് സംസാരിച്ചോ. ജിസൈലാണെങ്കിലും ജിസൈൽ പറഞ്ഞ ആ ഒരു പോയിന്റ് അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ബാക്കി പോട്ടേന്ന് ഞാൻ വെക്കും. അവർക്ക് അവരുടെ ഒരു സാധനം ഇനിഷ്യേറ്റ് ചെയ്യണം, അവരുടെ ഗെയിം അവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു സാധനം ഉണ്ട് അവർക്ക്, പിടികിട്ടിയില്ലേ? അതാണ് അവരുടെ ഉള്ളിരിപ്പ്. അത് ബാക്കിയുള്ള മണ്ടന്മാർക്ക് അറിയത്തില്ല. കുറേ പേർക്ക്, കുറച്ച് ആൾക്കാർക്ക് അത് പിടികിട്ടിയിട്ടുമുണ്ട്. മനസ്സിലായോ? നമ്മുടെ അനീഷിനെ പോലുള്ളവർക്ക്. അനീഷ് അതാണ് ഡയറക്റ്റ് കയറി അങ്ങ് മുട്ടാത്തത്. അനീഷിന്റെ ഗെയിമിലൂടെ പോകുന്നത്. അനിമോൾ ആണെങ്കിലും കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അനിമോളുടെ ഒരു ഗെയിമുണ്ട്. ശൈത്യമൊക്കെ എനിക്ക് അറിയത്തില്ല എന്ത് ഗെയിമാണ് ശൈത്യ. പിന്നെ നെവിൻ ഒരു എന്റർടൈനർ എന്തൊക്കെയോ കാണിച്ചു പോകുന്നു. അബി ഓക്കെ പോട്ടെ, ഒനീലേട്ടൻ പോട്ടെ, നമുക്ക് അറിയത്തില്ല ഒനീലേട്ടനൊക്കെ ഇനി എന്ത് കാണിച്ചു മറിക്കുമെന്ന്. ബാക്കി ഞാൻ പോയി കാണട്ടെ, ലൈവ് അപ്ഡേറ്റ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് അടുത്ത വീഡിയോയിൽ അപ്പം നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.